Hi dears, welcome back to Fashion Week Designs. ഒരു പാർട്ടി വെയർ കളക്ഷൻ തന്നെയാണ് ഈ വീഡിയോയിലും. ഇത് നമ്മൾ അധികം കാണിക്കാത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. സിൽക്ക് ഫാബ്രിക് ആണ്, വളരെ ലൈറ്റ് വെയിറ്റും ഭയങ്കരമായിട്ട് ടൂ ടോണും ആണ്. വീഡിയോയിൽ കാണാമോ? അങ്ങനെ വെച്ചാൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാമായിരിക്കും, എങ്കിലും നേരിട്ട് കാണുമ്പോഴാണ് അതിന് ഭയങ്കര പ്രീമിയം സ്റ്റൈലാണ് ഇത് വന്നിരിക്കുന്നത്. 4 കളർ ഷെയ്ഡ്സ് എല്ലാം പ്രീമിയം കളർ ടോണിൽ വരുന്ന, അതായത് പ്രീമിയം സെറ്റ്സിൽ വരുന്ന നോർമലുള്ള ആ കളർ ടോൺസ് ആണ്. എപ്പോഴും കോമൺലി കാണുന്ന ചാർട്ടുകളല്ല ഇതുണ്ട്. ഇത് ഈ ഒരു യെല്ലോ ബേസ്, ഇതൊരു ലൈറ്റ് ഗോൾഡൻ യെല്ലോയുടെ ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിവെട്ടല്ല, ലൈറ്റ് ആയിട്ട് നിൽക്കും. ഇതൊരു കൈൻഡ് ഓഫ് ടൂ ടോൺ ഷെയ്ഡാണ്. അതിനകത്തൊരു ലൈറ്റ് പേർപ്പിളിൻ്റെ ബ്ലെൻഡ് ഉണ്ട്. ഇതിനകത്തും ഒരു ആൻറ്റിക് ഗ്രീൻ ബേസ് കളർ, ഇതൊരു ആൻറ്റിക് ഇതുണ്ടോ, ഒരു ബ്രിക്കിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ചെറിയ റെഡും പിങ്കിൻ്റെ ഒക്കെ മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. ഇതുണ്ടോ, വളരെ പ്രീമിയം ആയിട്ടുള്ള സെറ്റാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളില്ല. വളരെ ഇതൊരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു പ്രീമിയം ഫാബ്രിക്കിൽ ഇതുണ്ട്. ഇത് വേറെ വർക്കിൻ്റെ ആവശ്യമില്ല. ഈ ഫാബ്രിക് തന്നെ വളരെ പ്രീമിയം ആണ്. ഒരു പാർട്ടി വെയർ സ്റ്റൈലാണ്. ഫുൾ ഇതുപോലെ ചെറിയ ത്രെഡ് മോട്ടീവ്സ്. താഴെ ഭാഗം കട്ട് വർക്ക് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. കട്ട് വർക്കും എംബ്രോയിഡറി വർക്ക്സും ആണ് വരുന്നത്. സോ ഇങ്ങനെ നിൽക്കും. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യും. അതായത് അതുണ്ടോ, കാണുമ്പോൾ ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ, സ്റ്റിഫ് അല്ല, നല്ല ആ ഒരു ബോഡി ഷേപ്പിൽ തന്നെ കിടക്കും. എന്നാൽ ഭയങ്കര ഒരു പ്രീമിയം കെറ്റപ്പാണ്, ഭയങ്കര ടൂ ടോണും ആണ്. സോ ഇതാണ് അടുത്ത ഷെയ്ഡ്. കണ്ടോ, ഭയങ്കരമായിട്ട് ഷൈനിങ് ആണ്. അത് വീഡിയോയിൽ ചെറിയ ഷൈനിങ് ആയിരിക്കും, നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ്. ഫാബ്രിക് ആണ് ഇതിൽ കൂടുതലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുക. വർക്കിനേക്കാളും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ആൻറ്റിക് ഹൈലൈറ്റഡ് ആണ്. പിന്നെ വീഡിയോയിൽ ചിലപ്പം കൂടുതലും ബ്ലൂ ആയിരിക്കും നിങ്ങൾ കാണുക. ബ്ലൂ അല്ല, ഒരു കൈൻഡ് ഓഫ് ചെറിയ ബ്ലൂവിൻ്റെ മിക്സും ഉണ്ട്. എന്നാൽ സൈഡ് നോക്കുമ്പോൾ ഗ്രീൻ ആണ്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കോമ്പിനേഷൻ ആണ് അതിൽ ചെയ്തേക്കുക. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതിനകത്തൊരു ആൻറ്റിക്കും ഒരു ലെവൻഡറിൻ്റെയും പേർപ്പിളിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. ടോപ്പ് കംപ്ലീറ്റ്ലി ഒരു വെറൈറ്റി ഷെയ്ഡ്സുകളാണ് എല്ലാത്തിലും വന്നിരിക്കുന്നത്. ഹെവിലി ഒരു ടൂ ടോൺ ആണ്. പിന്നെ നമ്മൾ അധികം കാണാത്ത ടൈപ്പ് വളരെ പീസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ഷംപെയിൻ കളർ ടോൺസ് ആണ്. ഫുള്ളും അടപ്പ് ചെയ്തേക്കുക. 1580 ആണ് പ്രൈസ്. സോ ഇതാണ് ലാസ്റ്റ് കളർ. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. അതുപോലെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒഴുകി പോവോ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ നിൽക്കുകയല്ലാത്ത അങ്ങനത്തെ ടൈപ്പ് ദുപ്പട്ടയൊന്നുമല്ല. ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയില്ല, ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. നോർമലി ഒഴുകി പോകുന്നതാണെങ്കിൽ പെട്ടെന്ന് ഒഴുകി പോകും. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും അങ്ങനെ ഒഴുകി പോവില്ല. അതായത് നമുക്ക് പിടിക്കുമ്പോൾ നല്ല കംഫർട്ടാണ്. ആൻഡ് ഒരു ഡിഫറെൻറ്റ് ലുക്കാണ് ഈ ഐറ്റംസിനൊക്കെ. ഫുൾ ഹെവി പാർട്ടി വെയർ കളക്ഷനാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ്. അതെല്ലാം പ്രീമിയം ആണ്. ആൻഡ് വളരെ ഹെവി ആയിട്ട് അത് ടൂ ടോൺ ആണ്. പിന്നെ ഇതിൽ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ സെയിം ബോർഡർ തന്നെയാണ് ടോപ്പിൻ്റെ ദാമനിലും പോയേക്കുക. ഹെവി കട്ട് വർക്ക് ബോർഡറാണ് വിത്ത് എംബ്രോയിഡറി പാറ്റേൺസും കൂടെ വരുന്നുണ്ട്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുക. അതുണ്ട് അതുപോലെ ഒരു വൺ സൈഡിലെ ദുപ്പട്ടിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുള്ളൂ. പിന്നെ ടോപ്പിൻ്റെ ദാമൻ പോർഷനിലാണ് മെയിൻലി ഈ ഒരു വർക്ക് വരിക. 1580 1580 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുക. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് സെറ്റ് വന്നേക്കുക. അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോളൂ. താങ്ക് യു.